ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ചെറിയൊരു സ്കേറ്റിംഗ് ബോർഡാണ് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അതും മറ്റേ പേസ്റ്റിൻ്റെ ഒക്കെ ചട്ടമുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മളിത് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു പേസ്റ്റിൻ്റെ കവർ എടുത്തിട്ട് അതിൻ്റെ ഇത് നമുക്ക് ആദ്യം ഇങ്ങനെ ഒന്ന് തുറക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് ആവശ്യമുള്ളൂ കേട്ടോ. നമ്മളിതിങ്ങനെ തുറന്നെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കഷ്ണം നമുക്ക് എടുക്കാം. ഏകദേശം എത്ര ഭാഗം മതിയാവും. നമ്മുടെ സ്കേറ്റിംഗ് ബോർഡിൻ്റെ നിൽക്കണ ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ എടുക്കണേ. ഏകദേശം ഒരളവ് വെച്ച് കട്ട് ചെയ്യാണ്. അളവും കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കണില്ല. അങ്ങനത്തെ ഈ ഒരു കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളിങ്ങനെ കർവ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കണം. എന്നിട്ട് നമുക്കത് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ ഇങ്ങനെ കർവായിട്ട് പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ട, ഇവിടെ ഈ വശത്തും കർവായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പുറം ഭാഗം ഒന്ന് വെട്ടി കളയാം. അപ്പോൾ അതേ ഒരു ഷേപ്പ് കിട്ടിയിട്ട് നമുക്ക് ഈ ഒരു തള്ളി നിൽക്കുന്ന ഭാഗം കൂടി നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഒരു ഷേപ്പ് കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിന് ബലം കൂട്ടാനായിട്ട് ഇതേപോലത്തെ ഒരെണ്ണം കൂടി കട്ട് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളിത് ഇതേപോലെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇതുമ്മ വെച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഫ്ലക്സ് ക്യൂക്ക് വെച്ച് ഒട്ടിക്കാൻ പോകട്ടോ. അതേ ഇതിൽ നമ്മളിങ്ങനെ ജസ്റ്റ് പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. കയ്യുമ്മ ലേശമായി, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഒട്ടിയില്ല. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇതിനൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് 2-3 ചട്ടൊക്കെ വെച്ച് ഒട്ടിക്കണം. ഏകദേശം ഓക്കെ ഉണ്ട്. നമ്മുടെ കുറച്ച് പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വീലുണ്ടാക്കിയെടുക്കണം അടിയിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ പണികൾ നോക്കാം. അപ്പോൾ നമ്മളിത് ടയർ ഉണ്ടാക്കാനായിട്ട് ഇത് ചെറിയ വിലയുടെ ഒരു പാനാണ്. ഇങ്ങനത്തെ പാനിനെ വേണം. എന്നാൽ ഇവിടെ ഈ ഓട്ട കണ്ട ഇതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇങ്ങനത്തെ മഷി കഴിഞ്ഞൊരു പാനാണ് നമ്മൾ ഇന്ന് എടുക്കണത്. അവിടെ നിന്ന് ഒരു ചെറിയ 4 കഷ്ണങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ടയറിൻ്റെ 4 കഷ്ണങ്ങൾ പാനയുടെ ബാക്കിൽ നിന്ന് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുമ്പോൾ ഇതൊന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം. ഈ സൈഡ് ഭാഗമൊക്കെ ടയർ പോലെ ആക്കി എടുക്കണം നമുക്ക്. അപ്പോൾ നമുക്ക് ആ പണി നോക്കാം. അപ്പോൾ നമ്മളിത് സ്മൂത്ത് ചെയ്യാനായിട്ട് ഓരോ ടയറുകൾ എടുത്തിട്ട് ഇത് മോട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ സ്മൂത്ത് ചെയ്യണം. എന്നിട്ട് ഇത് കറക്കണ സമയത്ത് നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് 4 എണ്ണം സ്മൂത്താക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് ഇങ്ങനൊരു ഷേപ്പിൽ സംഭവം കട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഈ കമ്പി നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കാനാണ്, ടയർ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് നമ്മളത് ഒട്ടിക്കുന്നത്. ഇനി ജസ്റ്റ് ഇങ്ങനെ കമ്പി നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് ജോയിൻറ്റിൽ ഫ്ലക്സ് ക്യൂക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഫ്ലക്സ് ക്യൂക്ക് ഒട്ടിച്ച് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമുക്ക് ആ പണി ചെയ്യാം. അപ്പോൾ നമ്മളിത് ടയർ ഇടാനുള്ള സെറ്റപ്പ് ഇത് കമ്പി നമ്മളിത് ചട്ടയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ താഴേക്ക് ഫിറ്റ് ചെയ്യണം. ഉണ്ടല്ലേ, ഇതിൻ്റെ താഴേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം സ്കേറ്റിംഗ് ബോർഡിൻ്റെ പണി കഴിഞ്ഞു. എന്നിട്ട് വേണം നമുക്ക് കമ്പിയിൽ ടയർ ഇടാൻ. അപ്പോൾ നമ്മളിത് സംഭവം പൊസിഷനിൽ ഇങ്ങനെ പൊസിഷൻ നോക്കിയിട്ട് അവിടെ ലേശം ഫ്ലക്സ് ക്യൂക്ക് വെച്ചിട്ട് സാധനം ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഈ ഒരു സൈഡ് ഓക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ലേശം പശ വെച്ച് സാധനം സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഷേപ്പാക്കിയ ടയറുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി ടയറുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മളിത് ലാസ്റ്റായിട്ട് ഒരു ചെറിയ പണി കൂടി ചെയ്യുന്നുണ്ട്. ഈ ടയർ ഊരി പുറത്തേക്ക് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇവിടെ പ്ലാസ്റ്റിക് ചെറുതായിട്ടൊന്ന് സോൾഡറിങ് വെച്ച് ഉരുക്കുക. ഇപ്പോൾ നമ്മൾ പാനയുടെ റീഫിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒരിക്കലൊരു തുള്ളി മതി. അത് എന്നിട്ട് ഇതിൻ്റെ തുമ്പത്ത് ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ടയർ ഊരി പുറത്തേക്ക് പോരില്ല. അപ്പോൾ നമ്മളിത് ഇതേപോലെ പല ടൈപ്പിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം പേസ്റ്റിൻ്റെ ചട്ടമുണ്ട്, പിന്നെ ഒരെണ്ണം ജസ്റ്റ് പ്ലെയിൻ ആയിട്ടുള്ള ചട്ടമുണ്ട്, പിന്നെ ഒരെണ്ണം കാർഡ് ബോർഡിൽ മറ്റേ ഷാർക്കിൻ്റെ പടമൊക്കെ വരച്ച് നല്ല കിടിലൻ സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ തള്ളി വിട്ടങ്ങനെ ഓടിട്ടാ. ജസ്റ്റ് നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാം. Over the edge, feel like I'm floating through the air.